നമസ്കാരം, എല്ലാവർക്കും UK NHS1 മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രോബ്ലമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, പിന്നീട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ജേണൽ എൻട്രീസ്, കൺസൈനറുടെ ബുക്കിൽ എഴുതുന്ന ജേണൽ എൻട്രീസ്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, കൺസൈനി അക്കൗണ്ട് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ചാനലിൽ നിന്ന് കാണാവുന്നതാണ്. ഈ ചാനലിലൂടെ കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഉപകാരമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിനകത്ത് രണ്ട് ടൈപ്പാണ് ഇതിൽ പ്രോബ്ലം വരുന്നത്. ഒന്ന് കോസ്റ്റ് പ്രൈസും അതോടൊപ്പം തന്നെ ഇൻവോയ്സ് പ്രൈസും. ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാവാം അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിലാവാം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കോസ്റ്റ് പ്രൈസിനകത്തുള്ള ഒരു പ്രോബ്ലമാണ്. അതിൻ്റെ പ്രോബ്ലം പ്ലസ് അതിൻ്റെ ജേണൽ എൻട്രീസ്, പിന്നീട് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, പിന്നീട് കൺസൈനി അക്കൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടെ ഷോർട്ടാക്കിയിട്ട് എഴുതുന്നുണ്ട്. അമൽ ഓഫ് കണ്ണൂർ ഉള്ള അമൽ കാസർഗോഡുള്ള വിജയ്ക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു. ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് 100 യൂണിറ്റ് ഓഫ് ടോയ്സ് ആണെന്ന് വിചാരിക്കാം. 100 യൂണിറ്റ് ഓഫ് ടോയ്സ്, ഒരു യൂണിറ്റിന് 200 രൂപ. ഇവിടെ അമലിൻ്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ്പെൻസ് എന്നുള്ളത് 400, പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ്പെൻസ് 600, അതർ എക്സ്പെൻസ് മറ്റ് എക്സ്പെൻസ് 600. ഇനി വിജയിൻ്റെ ഭാഗത്ത് ഇവിടെ എക്സ്പെൻസ് ഉണ്ടാവുന്നുണ്ട്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഗോഡൗൺ റെൻ്റായിട്ടുള്ള എക്സ്പെൻസ് ഒരു 200 രൂപ, മറ്റ് അതർ എക്സ്പെൻസ് എന്നുള്ളത് 300 രൂപ, ടോട്ടൽ 500 രൂപ എക്സ്പെൻസ് ആവുന്നുണ്ട്. വിജയ് സെയിൽസ് നടത്തുന്നത് 300 ഒരു യൂണിറ്റിന്, അതായത് 100 യൂണിറ്റ് 300 ഒരു യൂണിറ്റിനെ വെച്ചിട്ടാണ് സെയിൽസ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്മീഷൻ എന്നുള്ളത് 5% ഓൺ സെയിൽസ് ആണ് എന്നുള്ളത് കമ്മീഷൻ. ഇത്രയും ഇൻഫോർമേഷൻസാണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഇൻഫോർമേഷൻ കൊണ്ട് നമ്മൾ വരക്കേണ്ടത് ജേണൽ എൻട്രീസും അതോടൊപ്പം തന്നെ ലെഡ്ജർ അക്കൗണ്ട്സുമാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനകത്ത് പറയുന്നത്. നമ്മൾ സാധാരണ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞിട്ടാണ് ലെഡ്ജർ അക്കൗണ്ട്സ് വരക്കേണ്ടത്. ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ടും അതോടൊപ്പം തന്നെ കൺസൈനി അക്കൗണ്ടും. നമ്മളിവിടെ കൺസൈൻമെൻറ്റിൻ്റെ അക്കൗണ്ട് ഡയറക്റ്റ് വരക്കാണ് ചെയ്യുന്നത്. വരക്കുമ്പോൾ തന്നെ അതിൻ്റെ ജേണൽ എൻട്രീസ് എന്നുള്ളത് പറയാം. നമുക്ക് ആദ്യം കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ വരക്കുന്ന ബന്ധപ്പെട്ടുള്ള ക്ലാസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് മാത്രമേ ഈ ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇവിടെ നമ്മൾ ജേണൽ എൻട്രീസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ജേണൽ എൻട്രീസ് എഴുതേണ്ടത് നോക്കാം. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെയാണ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 100 യൂണിറ്റാണ്, ഒരു യൂണിറ്റിന് 200 ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്നുള്ളത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു. ഇവിടെ കൺസൈൻമെൻറ്റ് ആർക്കാണ്? കൺസൈൻമെൻറ്റ് ടു വിജയ്ക്കാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്നുള്ളത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എമൗണ്ട് എത്രയാണ്? 100 യൂണിറ്റ്, ഒരു യൂണിറ്റിന് 200 വെച്ചിട്ട് 20,000 രൂപയാണ് ഇവിടെ നിങ്ങൾ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ജേണൽ എൻട്രി എഴുതുക, എന്നിട്ട് മാത്രം അക്കൗണ്ട് വരക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ഒന്നാമത്തെ ജേണൽ എൻട്രി എന്നുള്ളതായി. ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ അമലിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്പെൻസ്. അമൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? അമൽ കൺസൈനറാണ്. വിജയ് എന്നാരാണ്? വിജയ് കൺസൈനിയാണ്. കാരണം വിജയ്ക്കാണ് ഗുഡ്സ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ അമലിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് എത്രയാണ്? 400 പാക്കിങ്, 600 മറ്റ് എക്സ്പെൻസ്. അപ്പോൾ എൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. എന്താണ് ഇവിടെ? എക്സ്പെൻസ് ആരുടെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ്? കൺസൈനറുടെ ഭാഗത്ത് ഉണ്ടാകുന്ന എക്സ്പെൻസാണ്. കൺസൈനറുടെ ഭാഗത്തുണ്ടാകുന്ന എക്സ്പെൻസാണ് ഈ എമൗണ്ട് എന്നുള്ളത്. 400 600 സെപ്പറേറ്റ് എഴുതിയിട്ട് ടോട്ടൽ ഔട്ടർ കോളത്തിലേക്ക് എഴുതുന്നതാണ് കുറച്ചും കൂടെ സൗകര്യം. 400 600 മൊത്തത്തിൽ എത്രയുണ്ട്? 1000 രൂപയാണ് മൊത്തത്തിൽ എന്തുണ്ട് എക്സ്പെൻസ് ഉള്ളത് കൺസൈനറുടെ ഭാഗത്ത് നിന്ന്. ദെൻ മൂന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഗുഡ്സ് ആർക്ക് കൊടുക്കുന്നു? വിജയ്ക്ക് കൊടുക്കുന്നു. വിജയ് അത് ഗോഡലിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് 200 രൂപയും മറ്റ് എക്സ്പെൻസ് ആയിട്ട് 300 രൂപയും വിജയുടെ ഭാഗത്ത് നിന്ന് ചിലവാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യണം. ജേണൽ എൻട്രി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു
കൺസൈനി അക്കൗണ്ട്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു കൺസൈനി അക്കൗണ്ട്. ഇവിടെ എന്താണ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആരുടെ ഭാഗത്താണ്? കൺസൈനിൻ്റെ ഭാഗത്തുണ്ടാകുന്ന എക്സ്പെൻസ് ആണ് ആ എമൗണ്ട് എന്നുള്ളത്. എമൗണ്ട് എത്രയാണ്? ടോട്ടൽ 500 രൂപയാണ് എമൗണ്ട് അവിടെ ഉള്ളത്. ഇനി അടുത്തത്, അതായത് സെയിൽസിൻ്റെ എമൗണ്ട് ഉണ്ട്. സെയിൽസിന് 100 യൂണിറ്റാണ് സെയിൽസ് നടത്തുന്നത്. ഒരു യൂണിറ്റിന് 300 രൂപയാണ് സെയിൽസിൻ്റെ എമൗണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ സെയിൽസിൻ്റെ എമൗണ്ട് എഴുതുന്നതിനുള്ള ജേണൽ എൻട്രി എന്നുള്ളത്, ജേണൽ അത് നോക്കാം. ഇവിടെ കൺസൈനി അക്കൗണ്ട് ഡെറ്റ, കൺസൈനി അക്കൗണ്ട് ഡെറ്റ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് 100 യൂണിറ്റ്, ഒരു യൂണിറ്റിന് 300, ടോട്ടൽ എത്രയാണ്? 30,000 രൂപയാണ് സെയിൽസ് നടത്തുന്നത്. ജേണൽ എൻട്രി കൺസൈനി അക്കൗണ്ട് ഡെറ്റ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് 30,000. ദെൻ ഇവിടെ കമ്മീഷൻ എമൗണ്ട് ഉണ്ട്. 5% ഓൺ സെയിൽസ് ആണ്. സെയിൽസിൻ്റെ 5% ആണ് കമ്മീഷൻ എന്നുള്ളത്. കമ്മീഷൻ്റെ ജേണൽ എൻട്രി എന്നുള്ളത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റ ടു കൺസൈനി അക്കൗണ്ട് എന്നുള്ളതാണ് കമ്മീഷൻ്റെ ജേണൽ എൻട്രി എന്നുള്ളത്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റ ടു കൺസൈനി അക്കൗണ്ട്, ഇതാണ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജേണൽ എൻട്രി എന്നുള്ളത്. കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5% ഓൺ സെയിൽസ് ആണ്. സെയിൽസിൻ്റെ 5% കമ്മീഷൻ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെയിൽസിൻ്റെ എമൗണ്ട് ഉള്ളത് 30,000 രൂപയാണ്. ഈ 30,000 രൂപയുടെ 5% ആണ്, അതായത് 1,500 രൂപയാണ് കമ്മീഷൻ്റെ എമൗണ്ടായിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിനകത്തുള്ളത്. ഇനി നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ലാഭനഷ്ടം സ്റ്റേറ്റ്മെൻ്റ് ആണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത്. ആ കൺസൈൻമെൻറ്റിനകത്ത് വിജയിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത വകയിൽ എന്തെങ്കിലും ലാഭം നഷ്ടമോ ഉണ്ടായിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് വരക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ഇവിടെ എത്ര ഉള്ളത്? 30,000 ആണ് ഇവിടെയുള്ളത്. ഇവിടെയും എന്ത് ചെയ്യുന്നു? 30,000 എമൗണ്ട് എഴുതുന്നു. ഇനി നമ്മൾ ഈ അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. 10,000, അതായത് 7,000 റുപ്പീസാണ് ഇവിടെയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത്. ബ്രാക്കറ്റിൽ പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ഉള്ളത് എത്രയാണ്? 7,000 ആണ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ഉള്ളത്. ആ വിജയ്ക്ക് കൺസൈൻ ചെയ്ത വകയിൽ ഉണ്ടായിട്ടുള്ള ലാഭമാണ് എത്ര? 7,000 എന്നുള്ളത്. ഈ ലാഭം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അക്കൗണ്ട് വരക്കുന്നത്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് വരക്കുന്നത്. ഇനി ഇത്തരം ജേണൽ എൻട്രി എഴുതിയതിന് ശേഷം ആയിരിക്കണം കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ള വരക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത് വരക്കാനുള്ളത് കൺസൈനി അക്കൗണ്ടാണ്. കൺസൈനി അക്കൗണ്ട് വരക്കുമ്പം ഇതിനകത്ത് തന്നെ ആ ജേണൽ എൻട്രി നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതായത് ഇവിടെ കൺസൈനി എന്നുള്ള ഒരു ജേണൽ എൻട്രി ഉണ്ട്. അതുപോലെ തന്നെ കൺസൈനിയുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പെൻസ് ഉണ്ട്. പിന്നെ കൺസൈനിയുടെ ഭാഗത്തുള്ള കമ്മീഷൻ എന്നുള്ളതുണ്ട്. ഈ 3 ജേണൽ എൻട്രിയാണ് ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത്? കൺസൈനി അക്കൗണ്ടിലേക്ക് പാസ് ചെയ്യുന്നത്. നമ്മൾ കൺസൈനി അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ കൺസൈനിയുടെ അക്കൗണ്ട് കൂടി വരക്കാം. കൺസൈനി അക്കൗണ്ട് എന്നാൽ അത്രയും കൂടുതൽ വരുന്ന അക്കൗണ്ടല്ല. കൺസൈനി അക്കൗണ്ട്. ഈ കൺസൈനി അക്കൗണ്ടിനകത്ത് ഒന്നാമത് വരുന്നത് നമ്മൾ ആ സെയിൽസ് എഴുതിയിട്ടുള്ള ആ ജേണൽ എൻട്രി എന്നുള്ള വരും. അത് കൺസൈനി അക്കൗണ്ട് അറ്റ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, കൺസൈനി അക്കൗണ്ട് അറ്റ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ള സെയിൽസിൻ്റെ 30,000 രൂപ ഇവിടെ ജേണൽ എൻട്രി എന്നുള്ളത് ഒന്നാമത് വരും. രണ്ടാമത് ഈ കൺസൈൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള എക്സ്പെൻസിൻ്റെ ജേണൽ എൻട്രി എന്നല്ല കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് കൺസൈനി അക്കൗണ്ട്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ടു കൺസൈനി അക്കൗണ്ട്. അതായത് ഇവിടെ എന്ത് വരും? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസിൻ്റെ എമൗണ്ട് വരും. എക്സ്പെൻസ് എത്രയുള്ളത്? 500 ആണ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് ഉള്ളത്. ദെൻ കമ്മീഷൻ്റെ ജേണൽ എൻട്രിയാണ് നെക്സ്റ്റ് വരുന്നത്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നിട്ട് വരും. എന്താണ്? കമ്മീഷൻ്റെ ജേണൽ എൻട്രി എമൗണ്ട് 1,500 എന്നുള്ള കമ്മീഷൻ ജേണൽ എൻട്രി. അതായത് ഈ ജേണൽ എൻട്രിയുടെ ഒരു ഭാഗമാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ഈ അക്കൗണ്ട് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയുണ്ട്? 30,000 എമൗണ്ട് ഉണ്ട്. ഇവിടെയും എത്രയുണ്ട്? 30,000. അതായത് 28,000 ആണ് ഇവിടെ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഈ കൺസൈനർ ഈ കൺസൈനിക്ക് കൊടുത്തിട്ട് ഇവിടെയുള്ള കൺസൈനിയുടെ പേര് അങ്ങനെ എഴുതാൻ കുറച്ചും കൂടെ നല്ലത് വിജയ് അക്കൗണ്ടാണ്. അമൽ വിജയ്ക്ക് കൊടുത്തിട്ട് വിജയ് അവസാനം തിരിച്ചു കൊടുക്കുന്ന തുകയാണ് 28,000 എന്നുള്ളത്. ബാലൻസ് ഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ
കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ള വരക്കുന്നത് 30,000 രൂപയാണ് സെയിൽസ് നടത്തിയിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിന് എക്സ്പെൻസ് 1,500 രൂപ എക്സ്പെൻസ് ഉണ്ട്. പിന്നെ 1,500 രൂപ കമ്മീഷൻ ഉണ്ട്, 500 രൂപ എക്സ്പെൻസ് ഉണ്ട്. ഈ 500 രൂപ എക്സ്പെൻസും 1,500 കമ്മീഷൻ കഴിച്ചിട്ടുള്ള 28,000 എമൗണ്ടാണ് ബാലൻസ് ആർക്ക് കൊടുക്കുന്നത്, കൺസൈനർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം ജേണൽ എൻട്രി എഴുതുക, എന്നിട്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് വരക്കാം. കോസ്റ്റ് പ്രൈസിനകത്തുള്ള പ്രോബ്ലമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് വേറെ വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല. പിന്നെ അവസാനം ഒരു ജേണൽ എൻട്രി കൂടി വേണം പാസ് ചെയ്യുക. അതായത് ഗുഡ്സ് എൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ് ചെയ്യുന്ന, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ആ ഒരു ജേണൽ എൻട്രി കൂടി എഴുതിയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ജേണൽ എൻട്രീസും ലെഡ്ജർ അക്കൗണ്ട്സുമാണ് ഈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, കോസ്റ്റ് പ്രൈസ് മെത്തേഡിനകത്തുള്ള പ്രോബ്ലം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത നമുക്കൊരു 1-2 പ്രോബ്ലം കൂടി ചെയ്യാം, എന്നിട്ട് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിനകത്ത് പറയുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഗുഡ്സ് കൊടുത്തിട്ടുള്ള എത്രയാണ്, 200 തന്നെയാണ് ഗുഡ്സ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഈ 200-നോടൊന്നിച്ച് കൂടെ തന്നെ ചിലപ്പോൾ എന്താണ് ലാഭം കൂടി കൂട്ടി കൊടുക്കുന്നതിനാണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.